NSSും SNDPയും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയതോടെ സമുദായ നേതാക്കളോടുള്ള നിലപാടിലായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോൺഗ്രസ് നേതാക്കൾ മതസംഘടനകളുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ ഏറ്റവും സന്തോഷിക്കുക താനാണെന്ന് സതീശൻ പ്രതികരിച്ചു. മൂന്നാം വട്ടവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെപ്പറ്റി പറഞ്ഞതിൽ അഭിമാനമുണ്ട്. ശിവഗിരിയിലും സഭാവേദികളിലും താനും സജീവമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രി ആരെന്നതല്ല, ഭരണമാറ്റമാണ് ലക്ഷ്യമെന്നായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം. വെള്ളാപ്പള്ളി സാമുദായിക പ്രശ്നങ്ങൾ, അവരെ സമുദായത്തെ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയാം. രാഷ്ട്രീയം അദ്ദേഹം പറയുമ്പോൾ നമ്മളതിനാ അതേ രാഷ്ട്രീയ നേതാവല്ലല്ലോ. ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മതസംഘടനയുമായിട്ടും ആരുമായും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. ഞാനല്ലേ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ. ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ആരുമായിട്ടും പിണക്കത്തിലില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, മത നേതാക്കൾ സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തും. അവർക്കൊരു ആവശ്യം വന്നാൽ, ജെന്യുവിനായിട്ടുള്ള ആവശ്യമാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ, മതനേതാക്കളിൽ നിന്ന് അയഞ്ഞു നിൽക്കുക മാറി നിൽക്കുക എന്ന നിലപാടിൽ അയവ് വരുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് UDF കൺവീനറുടെ പ്രസ്താവന കൂടിയാണ്. വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകിക്കൊണ്ട് പരോക്ഷമായി വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു വരവാണോ UDF കൺവീനർ നടത്തിയത്? ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മിന്നുന്ന വിജയം നേടിയതിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് UDFനുണ്ടായത്. അതേപോലെ തന്നെ ഒരു തോൽവി ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സമുദായ സംഘടനകളെയും ഒരുമിച്ച് നിർത്തുക എന്നൊരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ UDF പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് നേരത്തെ UDF കൺവീനർ എത്തിയിരുന്നെങ്കിൽ, അതേസമയം നമ്മൾ സതീശന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാടിലേക്ക് എത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാര്യം പൂർണ്ണമായും ആ നിലപാട് തള്ളിക്കളയല്ല അദ്ദേഹം ചെയ്യുന്നത്. പകരം വെള്ളാപ്പള്ളിയുടെ കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു പറഞ്ഞിരുന്നത്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നത് അടുത്തത് മൂന്നാമതും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരും എന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഒരു മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന അടുത്ത മാസം അദ്ദേഹം പറയുന്നത് 2026 വരുന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരിക്കും എന്നതിലേക്ക് മാറിയതുകൊണ്ട് ഇതൊരു വലിയൊരു മാറ്റമായിട്ട് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, 2 വോട്ടിന് വേണ്ടി സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങുന്ന ഇടപാട് തനിക്കുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ. പക്ഷേ ഇത് ഈ തരത്തിലുള്ളൊരു നിലപാട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ മാറി എന്നാണ് ഇവിടെ UDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. കാര്യം വെറും ഒരു MLA ഇരുന്ന സമയത്ത് മാത്രമാണ് ആ തരത്തിലുള്ള നിലപാട് എടുത്തിരുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ എക്കാലവുമുള്ള നിലപാട് NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളോട് ഒരുമിച്ച് പോവുക എന്ന് തന്നെയായിരുന്നു. ഇത് അദ്ദേഹം പറഞ്ഞ് UDF കൺവീനർ ഡൽഹിയിൽ പറഞ്ഞ് അരമണിക്കൂറിൽ തന്നെയാണ് സമുദായ സംഘടനകളുമായി ഒരുമിച്ച് പോകുന്ന നിലപാട് തന്നെയാണ്, അവർ ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണെന്നുള്ള ഒരു നിലപാട് കൂടി വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. മതസംഘടനകളോടുള്ള നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്.